സെറ്റാണ്. വില്ലൻ്റെ ആ സ്റ്റണ്ടാണ് പൊളി. താങ്ക് യു എന്തായാലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. വർക്ക് ചെയ്യാൻ ഒരു ടെൻഷനും കാര്യങ്ങളും അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല ഡയറക്ടറാണെങ്കിലും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട്. ലീഡ് റോളിൽ വരുമ്പോഴത്തേക്കും സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല സ്ക്രീനിൽ വരുമ്പോഴത്തേക്കും അങ്ങനെ എന്തെങ്കിലും ലീഡറായിട്ടൊന്നുമില്ല, കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാരക്ടർ അത്രയേ ഉള്ളൂ. പക്ഷെ അത് രസമായിരുന്നു ചെയ്യാനും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. താങ്ക് യു. നന്നായിരുന്നു. എല്ലാവരെയും വീണ്ടും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. സ്ക്രീനിൽ കണ്ടപ്പോൾ അതിനേക്ക് സന്തോഷം കാണുമ്പോൾ എനിക്ക് തന്നെ ഉമ്മയ്ക്കോട്ടെ അങ്ങനെ തോന്നി. എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റോ അല്ലെങ്കിൽ ഇതൊരു ഡാർക്ക് ഹ്യൂമൻ ഒരു ജനറാണെന്നുള്ള ഒരു എന്തൊരു ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. ഞാനിതിൽ ഒരു പാർട്ടാണ്. സോ എനിക്ക് അറിയാവുന്നത് ഇങ്ങനെയൊക്കെയുള്ളൊരു മൂവിയാണ് എങ്കിൽ പോലും നമ്മൾ ചെയ്തതിൻ്റെ ഔട്ട് അത് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ബിയോണ്ട് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുമ്പോഴത്തേനും ക്ലൈമാക്സിൽ വരെ ഓൾമോസ്റ്റ് കോമഡി ആ ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം വർക്കൗട്ട് ആവുന്ന ആ ഒരു സമയത്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അത് ആക്ടേഴ്സിൻ്റെയും മേക്കേഴ്സിൻ്റെയും ഡയറക്ടറിൻ്റെയും എല്ലാവരും അവരുടെ കഴിവുകൊണ്ടായിരിക്കാം. ഈ ഒരു പടം പ്രേക്ഷകരോട് കണ്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്? ഒരുപാട് സന്തോഷം. സ്ക്രീനിൽ വന്നപ്പോഴത്തേനും ഒരുപാട് ആൾക്കാരുടെ കൂടെ എന്തായാലും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം ഈ പെർഫോമൻസ് സ്ക്രീനിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആരുടെ പെർഫോമൻസ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത്? എല്ലാവരും റെഡി. ഒരാളുടെ എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഇഞ്ച് നന്നായി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ബേസിലായിട്ട് പോലീസ് പെർഫോമൻസ് നിലനിർത്തി കൊണ്ടുപോയിട്ട് എന്തായാലും ശ്രീരാജ് നമുക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും മലയാള സിനിമ. പ്രേക്ഷകരോട് സിനിമ കാണാം. എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം ഇപ്പോൾ വന്നിരിക്കുന്ന സിനിമകളിൽ നിന്ന് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും ഈ മൂവി. ബേസിൻ്റെ എല്ലാ സിനിമകളും ഹിറ്റാണല്ലോ. അതെ ഇത് ഹിറ്റായിരിക്കും, സംശയമൊന്നും വേണ്ട. പിന്നെ ബാക്കി പ്രേക്ഷകരാണ് അത്. പ്രൊഡ്യൂസർ അതെ. ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ ആവേശം എന്നുള്ളൊരു സിനിമയുടെ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു മൂവിയാണ്. പക്ഷെ ഇതും സിനിമയിലെ ഒരു ആവേശം ഉള്ളിൽ നമുക്ക് നിൽക്കുന്നുണ്ട്. ഒരാൾക്ക് കാണാനുള്ള അറിയാനുള്ള നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് ഈ സിനിമ കൊണ്ടുപോയി. അത്യാവശ്യം ചിരിപ്പിച്ചും രസിപ്പിച്ചും എന്നാൽ ഫൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളിലൂടെയാണ് പോകുന്നത്. അനാവശ്യമായിട്ടൊരു സ്ഥലത്ത് ഫൈറ്റില്ല, അനാവശ്യമായിട്ടൊരു സ്ഥലത്ത് ജോക്കില്ല. അത് സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് എല്ലാം ചെയ്ത് പോയിരിക്കുന്നത്. രസമായിട്ടുണ്ട്, നല്ലൊരു വർക്കാണ്. എന്തായാലും എല്ലാവരും കാണുക, തിയേറ്ററിൽ നിന്ന് കണ്ട് നല്ല സിനിമയാണ്, നല്ല എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. തിയേറ്ററിൽ വന്ന സിനിമ വളരെ സന്തോഷം. പറഞ്ഞ പോലെ വളരെ ഇതായിരുന്നു. നീ പറഞ്ഞ പോലെ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും പല സംഗതികളും നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സിനിമ കണ്ടപ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ളൊരു ഫീല് കിട്ടിയത്. 100% ഹാപ്പിയാണ്. നല്ലൊരു മൂവിയാണ്. എന്തായാലും ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഡിഫറൻ്റ് ആയിട്ടൊരു ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ അടുത്തിറങ്ങുന്ന കുറച്ച് സിനിമകളിൽ നിന്ന് ഒത്തിരി ചേഞ്ച് ആയിട്ടുള്ളൊരു പഴയകാലത്ത് ഉണ്ടായിട്ടുള്ള സിനിമ ഒരുപാട് അങ്ങനെയുള്ള വർക്കുകൾ നമ്മളൊരു ഭരതേട്ടൻ്റെ ഒക്കെ ഒരു ടച്ച് പല സ്ഥലത്തും ചില സീനുകളിലൊക്കെ നമുക്ക് തോന്നി. അവർ വടക്കാഞ്ചേരിക്കാരനായതുകൊണ്ട് അങ്ങനെ പറയാനുള്ളത്. അപ്പം എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അത്യാവശ്യം നല്ല ഹ്യൂമറുണ്ട്, നല്ല ഫൈറ്റും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഐഡിയ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. സിനിമ കാണത്തില്ല, വിഷ്വൽ എഫക്റ്റും
എല്ലാ തരത്തിലും ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. സ്ക്രീനിൽ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ അഭിനയിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയെന്ന് കുറച്ച് ചൈറ്റുള്ള സിനിമയാണ്. ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട്. ചിരിക്കാനും ഉണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം ത്രില്ലടിച്ചിരിക്കാവുന്ന കോമഡികളും ഉണ്ട്. എല്ലാം രസമാണ്. ഓക്കെ, എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയട്ടെ. നമ്മൾ അഭിനയിച്ചവർ തന്നെ പറയുന്നതിൽ അതിനൊരു ആലോചന ഉണ്ടല്ലോ. ഓക്കെ, സന്തോഷം.